ഹലോ. ഞാൻ ഇന്ന് ഒരു ടോപ്പിക്ക് വന്നത് ഫ്രണ്ട്സ് ഇതാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ. നല്ല സുഹൃത്തുക്കൾ, അത് അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്കൊരു സുഹൃത്ത് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചു. ആക്ച്വലി നമുക്ക് ആ ഒരു സുഹൃത്ത് ഭയങ്കരമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നല്ല അവസ്ഥയാവട്ടെ, നമ്മുടെ നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാത്തിലും ആ സുഹൃത്ത് നമ്മളോടൊപ്പം ഉണ്ടാവും. അങ്ങനെ ഒത്തിരി പേര് നമുക്ക് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒത്തിരി പേര് നിറഞ്ഞു നിൽക്കണം. എനിക്കിങ്ങനെ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഇത് പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ തോട്ടം എന്ന് പറയുന്നത്, നമുക്കൊരു സുഹൃത്ത് നല്ലതായിട്ട് ഉണ്ടെങ്കിൽ ആ സുഹൃത്ത് നമ്മുടെ മരണം വരെയും, മരിച്ചു കഴിഞ്ഞാലും അവരുടെ ഓർമ്മകളും അവരുടെ ഇതും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകത്തില്ല. അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ നല്ലൊരു സുഹൃത്താവാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒരു നല്ല സുഹൃത്ത്, ഇപ്പോൾ ആത്മാർത്ഥമായൊരു സുഹൃത്ത്, എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ പറയുന്നത്, അതിപ്പം ആൺസുഹൃത്തുക്കളാവട്ടെ പെൺസുഹൃത്തുക്കളാവട്ടെ, അങ്ങനെ ഒരാളെ കിട്ടുന്നവർ നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള വ്യക്തിയാണ് ഈ ലോകത്തിൽ. നമുക്കിപ്പം ഹസ്ബൻഡിനോട് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല, മക്കളോട് ചില കാര്യങ്ങൾ പറയാം, നമുക്ക് എന്തും പറയാൻ ഒരാളാണ് നമ്മുടെ ഒരു നല്ല സുഹൃത്തെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ നല്ല സുഹൃത്തെന്ന് എടുത്തു പറഞ്ഞത്, നമ്മളിപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിലെ നല്ലതും ചീത്തയും ഒക്കെ ഈ സുഹൃത്തിനോട് പറയും. ഈ നല്ല സുഹൃത്തെന്ന് പറയുന്ന ആൾ ഒരിക്കലും നമ്മുടെ നെഗറ്റീവോ നമ്മുടെ അത് സ്പ്രെഡ് ചെയ്യത്തില്ല. പക്ഷേ ബാഡ് സുഹൃത്ത് അങ്ങനെയല്ല. അത് നമ്മൾ തിരിച്ചറിയുന്നത്, ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വൈകിപ്പോവും. പക്ഷേ നല്ല സുഹൃത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അത്രയും വരെ ചിന്തിച്ചാൽ മതി. അതിനപ്പുറം ഇനി കാട് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് വിട്ടുപോകും. മനസ്സിലായോ?